നടന്നതിന് ശേഷം കുറച്ച് ടയേർഡായി. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്പോട്ട് നോക്കുക. അപ്പോൾ ഞങ്ങൾ വന്നേക്കുന്നപ്പോൾ ബാർസലോണയിലെ ഒരു ഫേമസ് സ്പോട്ടാണ്, ഒരു ഫുഡ് മാർക്കറ്റാണ്. സോ ലാ ബൊക്കേറിയ. അപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് ലാ ബൊക്കേറിയ. സോ ആക്ച്വലി ഇതിരിക്കുന്ന ഒരു സ്ട്രീറ്റ് തന്നെ ആക്ച്വലി ഭയങ്കര ഒരു ഹാപ്പനിങ് സ്ഥലമാണ്. കാരണം ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സ് രണ്ട് സൈഡിലുണ്ട്. ഒരുപാട് ആൾക്കാർ ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടൊക്കെ വരുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. പക്ഷേ നല്ല തിരക്കാണ്. ഇതാണ് ആ മാർക്കറ്റിൻ്റെ എൻട്രൻസ് ഇതാണ്. നമ്മൾ അതിലേക്ക് പോവാം. അതിന് മുന്നേ നമുക്കിവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് മോയ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്ന് ഇത് കുറച്ച് പ്ലാന്റ്സിൻ്റെ കാര്യങ്ങൾ സൊവനിയർ പോലെ വിൽക്കാൻ പറ്റുകയാണോ. ഇവിടെ ഒരു കോമൺ കാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിലായാലും അവരുടെ പെറ്റുമായിട്ട് ഇങ്ങനെ ഈവനിങ് ഇറങ്ങുന്നത്. പക്ഷേ ഈ ഡോഗ്സ് അങ്ങനെ വയലൻ്റ് ആവുന്ന ഒന്നുമല്ല. ഇവർക്ക് വെൽ ട്രെയിൻഡ് ആയിരിക്കും. അങ്ങനെ പബ്ലിക്കിന് ഒരു നോയ്സൻസ് ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല. ഇവിടെ ഉണ്ട് സ്റ്റാർബക്സ് അറിയാലോ. എല്ലാ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒരു പ്രൈം സ്പോട്ടിൽ എന്തായാലും ഒരു സ്റ്റാർബക്സ് ഉണ്ടായിരിക്കും. ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് വ്ലോഗ് സൗമ്യയായിരിക്കും എന്ന് ചെയ്യുന്നത് അല്ലേ? കൂടുതൽ ഓൾമോസ്റ്റ് സീ ഫുഡാണ്. സോ ഞാൻ ട്രൈ ചെയ്യുന്നിട്ട് കാര്യമില്ല. സോ ഇതാണ് എൻ്റെ എൻട്രൻസ് കേട്ടോ. പക്ഷേ ഞാനിവിടെ നല്ല റിവ്യൂസ് കണ്ടിട്ടുള്ളൂ. ഇവിടെ എന്തിൻ്റെയൊക്കെയോ മീറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഫ്രൂട്ട്സ് വെച്ചൊക്കെ കാണാൻ തന്നെ നല്ല രസമല്ലേ? അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി നോക്കിക്കേ. സ്ട്രോബെറി ആണ്. ഇത് കാണുമ്പോൾ തന്നെ വാങ്ങിച്ച് കഴിക്കാൻ തോന്നുന്നല്ലേ? അത് കളർഫുൾ നോക്കി എന്ത് ഇതായിട്ട് അവർ അടുക്കി വെച്ചേക്കുന്നതെന്ന്. ഇത് സ്വീറ്റ്സിൻ്റെ സെക്ഷൻ കേട്ടോ. ഇതിൻ്റെയൊക്കെ പേര് വെച്ച് അറിയത്തില്ല, എന്തൊക്കെയോ ഉണ്ട്. ഇത് ക്യാൻഡീസ് അല്ലേ? ഇവിടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. സോ ഇവിടെ ഐസ്ക്രീമാണ് കേട്ടോ. ഇത് ആക്ച്വലി ഭയങ്കര അടിപൊളി സ്ഥലം കേട്ടോ. ഐസ്ക്രീംസ് നോക്കി നമുക്കിത് ഒരെണ്ണം മേടിച്ചോ. സോ ഞങ്ങൾ ഒരെണ്ണം ട്രൈ ചെയ്തെന്ന് വിചാരിച്ചു. ഈ ചീസ് കേക്കും പിന്നെ ഈ വനില കുക്കീസും ഞങ്ങളൊന്ന് ട്രൈ ചെയ്താൽ. താങ്ക് യു. സോ നമ്മൾ ഏതൊക്കെയാണ് എടുത്തേക്കുന്നത്? ചീസ് കേക്കും വാനില ആൻഡ് ചോക്ലേറ്റ് ചീസ് കേക്കും സ്ട്രോബെറിയുടെ ഒരു ചീസ് കേക്കും, അങ്ങനെ ഒരു മിക്സ്ഡ് വെർഷൻ. ഓക്കെ, ഞാൻ ഇത് ആദ്യം കഴിച്ച് നോക്കാം. സ്ട്രോബെറിയുടെ ഇത് എന്ത് ടേസ്റ്റാ? സ്ട്രോബെറിയുടെ തന്നെ, പക്ഷെ ആ ചീസ് കേക്കിൻ്റെ ആ ഒരു ഇതുണ്ട്. ഇത് കുക്കീസ് ആൻഡ് വാനില. രണ്ടും കൊള്ളാം. ഇതിലിപ്പോൾ ഏതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ചൂസ് ചെയ്ത രണ്ട് ഫ്ലേവറും പൊളിയാണ്. രണ്ടും കൂടെ ഒരുമിച്ചൊന്ന് കഴിച്ചു നോക്കാം.
ഒരു കിഡിലൻ ടൂത്ത് ട്രീറ്റ് എന്നൊക്കെ പറയാം. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ എന്താ സീ ഫുഡ് കേട്ടോ. ഇത് എന്തിൻ്റെയൊക്കെയോ മീറ്റാട്ടോ, എന്തിൻ്റെയൊക്കെയാണെന്ന് എനിക്ക് പറയാൻ എനിക്കറിയത്തില്ല. ഇവിടെ എന്തൊക്കെ പിന്നെ മീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ എന്നെ പ്രസൻറ്റ് ചെയ്തേക്കുന്നു കേട്ടോ. ഇതൊക്കെ ബെറീറ്റോസ് ആട്ടോ. ചിക്കൻ ഫെറ്റ ചീസ്. ഇത് ഇവിടെ കണ്ടോ, ഇത് കണ്ടോ ചില്ലീസ് കണ്ടോ ഇട്ടേക്കുന്നത്. ഇതൊക്കെ സ്പൈസസ് കേട്ടോ, കാരണം അറിയാലോ സ്പാനിഷ് എന്ന് പറയുന്നത് സ്പൈസസ് ഫുഡിന് പേര് കേട്ടതാണ്. ഇവർക്ക് സ്പൈസസ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നോക്കി എന്ത് കളർ നോക്കിയാൽ അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മറ്റേ ലണ്ടനിലെ വൈറലായ സാധനം കേട്ടോ, സ്ട്രോബെറി ചോക്ലേറ്റ്. ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട്. സോ ഇതിനകത്ത് വരുന്നത് ദുബായ് ചോക്ലേറ്റാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഈ ഫ്രൂട്ട്സ് കാര്യങ്ങൾ വെച്ചൊക്കെയാണ് ഇഷ്ടപ്പെട്ടത്. ഒത്തിരി നല്ല കളർഫുള്ളാണ്, നല്ല അടിപൊളിയായിട്ട് അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്താ ടൊർണാഡോ? ഇതെന്താ സാധനം? പൊട്ടറ്റോ അല്ലേ? പൊട്ടറ്റോ ഇങ്ങനെ സ്പൈറലായിട്ട് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താണെന്ന് തോന്നുന്നത്. ഇത് എംപനാഡ എസ്പാനിഷ് ചീസ്. ഇതൊന്ന് സ്പിനാച്ചാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് സ്വീറ്റ് പൊട്ടറ്റോ, ഗ്രേവ് പൊട്ടറ്റോ, ചിക്കൻ. ഇതൊക്കെ എന്തിൻ്റെ ചിപ്സാട്ടോ. ഇത് നമ്മുടെ ഫ്രൈഡ് ചിക്കനും കെൻറ്റുക്കി KFC ചിക്കൻ പോലത്തെ ചിക്കൻ ചിപ്സും കൂടെ ഉള്ളതാണ്. ഇവിടെ എന്താ ഉള്ളത്? പക്ഷേ ഇവിടെ കുറേ ഇവിടെ ഫിഷാണ് കേട്ടോ, എന്തൊക്കെയോ ഫിഷ് ഉണ്ട് കേട്ടോ. കോർവീന, ജുരൽ, യൂസ്കോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ഫിഷാണ്. നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇത് ക്രാബ് നോക്കിക്കും.
ഇതെല്ലാം ഇങ്ങനെ ഐസിൻ്റെ ഒരു ബേസിലാട്ടോ എല്ലാം വെച്ചേക്കുന്നത്. എല്ലാം പുറത്ത് നമ്മൾ ഒരു ഐസ് ബോക്സിനകത്തൊന്നുമല്ല, ഒരു ഓപ്പൺ ആയിട്ട് അതിനെ വെച്ചേക്കുന്നത്. പക്ഷേ എല്ലാം അടിയിൽ ഫുള്ള് ഒരു ഐസ് ബേസ് ഇട്ടിട്ട് അതിന് മണ്ടയ്ക്കാട്ടോ വെച്ചേക്കുന്നത്. ലൈവായിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർക്ക്. മുഴുവനായിട്ട് മേടിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് ഫിഷ് മാർക്കറ്റ് ആണെന്നെങ്കിലും നമുക്ക് ആ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. നല്ല വൃത്തിക്കാട്ടോ ഇവിടെ എല്ലാം ഒരു വച്ചേക്കുന്നത്. ഈവൻ ഫ്ലോർ നല്ല ക്ലീനാണ്. ആ ഒരു ഫിഷിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നാണ് ഇവിടെ കണ്ടത്. ഒരു കട്ട് ചെയ്ത് പീസാക്കി വെക്കുന്നുണ്ടോ ബോക്സിൽ. ചുറ്റിനും കടയാണ് ഗൈസ്. ഇപ്പോൾ ഏത് എടുക്കണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇപ്പോൾ എന്തൊക്കെയുണ്ട് നിനക്ക് പേര് നോക്കി അതിനറിയത്തില്ല. ലാക്യൂമോ എന്തോ? അതൊരു കടയാണ്. അത് സീ ഫുഡ് നല്ല കടയാണ് എന്നാണ് ഇവിടെ സീ ഫുഡിൽ കുറച്ച് നല്ല ഇതാണെന്നാണ് കേട്ടത്. നമുക്ക് ആ കട എവിടെയാണെന്ന് ആദ്യം തപ്പി പഠിക്കണം. കാരണം ചുറ്റിനും കടകളായതുകൊണ്ട് ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ എന്തൊക്കെയോ ഒരു ഫ്രൂട്ട് ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്. കോക്കനട്ട് ആൻഡ് പൈനാപ്പിളിൻ്റെ മിക്സിങ് ജ്യൂസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ കടയിൽ. ഇതത് ഫില്ലിങ്സ് ഒക്കെ ഉള്ള സാധനം കേട്ടോ. അതിനകത്ത് ഇത് ഫില്ലിങ്സ് ഉണ്ടാവും. നമ്മുടെ ഈ പേസ്റ്റി പോലത്തെ സാധനങ്ങൾ. ഇത് ഓർഗാനിക് ബാർസിലാണെന്നൊരു കട. എല്ലാം കംപ്ലീറ്റ് ഓർഗാനിക് സാധനങ്ങൾ വെച്ചിട്ടാട്ടോ ഡിഷ് ഉണ്ടാക്കി വെച്ചിരിക്കണേ. ഇത് ബെറീറ്റോ ചീസ്. ഇതെങ്ങനെ ബെറീറ്റോ ചീസൊക്കെ എങ്ങനെയാണ് ഓർഗാനിക് ആകുന്നത്? ഇത് ഓർഗാനിക് ഷോപ്പ് എന്തായാലും എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓർഗാനിക് ചീസ് ആയിരിക്കും യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് ഫലാഫലാവും കേട്ടോ. ആകെ കൺഫ്യൂഷനാണ് ഗൈസ്. ഇതിപ്പോൾ എന്ത് ട്രൈ ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം ഒത്തിരി ഫുഡുണ്ട്. ഫുഡ് മാത്രമല്ല, ഇത് മീറ്റ് ഷോപ്പും കൂടെ ആട്ടോ. ഇഷ്ടം പോലെ മീറ്റ് ഷോപ്പുണ്ട്, ഫിഷ് കിട്ടുന്ന കടകളുണ്ട്. പക്ഷേ എൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കുണ്ട്. പക്ഷേ നല്ല അത്രയ്ക്ക് വൃത്തിക്കാണ് അവരത് ഇവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫിഷ് മാർക്കറ്റ് ആണെങ്കിൽ പോലും അതിൻ്റെ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ, അടിപൊളി. അതെ, വേസ്റ്റ് അല്ല, പക്ക ക്ലീൻ ഏരിയ. നിങ്ങൾ കാണാം, വീഡിയോയിൽ കാണാം. ഇത് നോക്കി എന്തോ ചോക്ലേറ്റ് കേട്ടോ. ഓക്കെ, താങ്ക് യു. It's macadamia, sir. It's with honey. It's with the honey, right? Yeah. Madam. It's actually nice കേട്ടോ, അടിപൊളിയാണ്. ഇത് നമ്മുടെ കുങ്കുമപ്പൂ ഉണ്ട്. അതിലുള്ള സ്പൈസസ് ആട്ടോ കംപ്ലീറ്റ്. കുങ്കുമപ്പൂ ഇരിക്കുന്ന നോക്കിയാൽ പല ഇതിപ്പോൾ 1 ഗ്രാം 2 ഗ്രാമിൻ്റെതൊക്കെ. സോ ഇത് സ്പൈസസാണ്. സ്പൈസസ് ഒക്കെ ഇങ്ങനെ വെച്ചേക്കുന്നതൊക്കെ നല്ല രസമുണ്ടല്ലോ കാണാൻ. ഇത് നമ്മുടെ പെപ്പർ, എനിക്കത് മനസ്സിലായി. ബാക്കി മറ്റേ ഗ്രീൻ പെപ്പർ. പെപ്പറിന് തന്നെ പല വേർഷൻസ് ആട്ടോ ഇതൊക്കെ. ഇതേപോലെ ഒരു ടിന്നിലും നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. അതുപോലെ ഇപ്പോൾ എംപനാഡർ, ഈ സാധനം ഞാൻ ഒരുപാട് കടകളിൽ കണ്ടു. ഇതുപോലത്തെ ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഏതാണ് മീറ്റിൻ്റെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വേറെ ഏത് ഓപ്ഷൻ ഉള്ളത് നമുക്കിവിടെ? സ്പൈസി ചിക്കനുണ്ട്, 4 ചിക്കൻ, മീറ്റ് ആൻഡ് ചീസ് ഉണ്ട്. ഞാൻ വെജ് ട്രൈ ചെയ്തോളാം. സൗമ്യ വെജ് ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒനിയൻ ആൻഡ് ചീസ് എനിക്ക് നമ്മുടെ സാധാരണ കിട്ടുന്ന സാധനം തന്നെ ആയിരിക്കും. അതിനോട് ഫ്രൂട്ട് ജ്യൂസും വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഒരു ബീഫും ജ്യൂസ് ചെയ്താൽ മതി. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് ജ്യൂസ് നോക്കി എന്ത് കളറാന്ന് നോക്കി. ഇത് ഒറിജിനൽ ജ്യൂസ് കേട്ടോ. ഒരു
ജസ്റ്റ് ഫ്രൂട്ടിൻ്റെ ആ ഒരു എക്സ്ട്രാക്റ്റ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത്, വേറെ ഒന്നുമില്ല. അടിപൊളി കേട്ടോ. സോ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഇതൊരു ചിക്കൻ റോളാട്ടോ, സ്പൈസി ചിക്കൻ റോള്. നമ്മൾ അതെന്താ മേടിക്കുക? ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇത് സ്പിനാച്ച് ആൻഡ് ചീസ് എംപനാഡസ്. ഇത് ബീഫ് സ്പൈസി മീറ്റ്. അത് എനിക്കൊന്ന് ബീഫാന്ന് തോന്നുന്നു. എംപനാഡസ്. 2 ഡ്രിങ്കും കൂടെ മേടിച്ചിട്ടുണ്ട്. സോ ഇത് മാംഗോ കോക്കനട്ട്, ഇത് ഡ്രാഗൺ കോക്കനട്ട്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സ്പിനാച്ച് ട്രൈ ചെയ്യാം. അത് ഫില്ലിംഗ് ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല? ഓക്കെ, ആ പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ സ്പൈസി ബീഫ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. സ്പൈസി ബീഫ്. ബീഫ് എവിടെ? മുട്ട എവിടെ? ബീഫ് മിൻസ്ഡ് ആയിട്ട് എടുക്കണം. കുഴപ്പമില്ല, ടേസ്റ്റ് ഒന്നുമില്ല. ടേസ്റ്റ് എന്ന് പറയാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കഴിക്കാന്നേ ഉള്ളൂ. ഞാൻ പക്ഷെ എല്ലാ കടകളിലും എനിക്ക് കൂടുതൽ ബീഫിനെ കാട്ടി പൊട്ടറ്റോയുടെ ഒരു ഇതാ വരുന്നത് കേട്ടോ. ഓവർ റേറ്റഡ് ആണ് ഗൈസ്. ഞാൻ എല്ലാ കടകളിലും എംപനാഡാസും കൂടുതലും കണ്ടത്. അപ്പം ഞാൻ കരുതി ഇതായിരിക്കും ഇവിടുത്തെ മെയിൻ ഫുഡൊന്നും. ഓക്കെ, ഡ്രിങ്ക് ട്രൈ ചെയ്യോ? ഡ്രിങ്ക് ഇത് ഡ്രാഗൺ കോക്കനട്ട് ആണ്. ഏത് ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് കൂടുതലും? ഈ കോക്കനട്ടിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. ഇത് കുഴപ്പമില്ല, ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. കുഴപ്പമില്ല, റിഫ്രഷിംഗ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഇത് മാംഗോ കോക്കനട്ട്. ഇത് ബെറ്ററാണ്. ഇത് കുറച്ചും കൂടെ ഒരു മാംഗോയുടെ ഇത് കുറച്ചുകൂടെ ഒരു മാംഗോ ടേസ്റ്റ് മുൻപിൽ നിൽക്കുന്നുണ്ട്. മറ്റേത് ഒരു കോക്കനട്ടിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ നിൽക്കുന്നത്. ഒരു ഇഷ്ടപ്പെട്ടിട്ട് കൊള്ളാം. സോ ഇതാണ്. അപ്പോൾ ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ചിക്കൻ സ്പൈസി റോള്. സോ ഇതെങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇത് പൊളിച്ചു, അത് സാധനം. ഇത് നല്ല ഫ്ലേവേഴ്സ് ഉണ്ട് കേട്ടോ. അകത്ത് ഫില്ലിങ്സ് ഉണ്ട്. ചിക്കനൊക്കെ ഇരിപ്പുണ്ടോ? നല്ല ക്രിസ്പിയാണ്. അതിനകത്ത് ഫില്ലിങ്സ് ചിക്കനൊക്കെ ഉണ്ട് കേട്ടോ. ചിക്കൻ, കോണ്, മിക്സ് വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് കൊള്ളാം. ഇതൊരു 8 out of 10.